54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് ആർടെമിസ് 2 ദൗത്യത്തിന്റെ വിക്ഷേപണം നാളെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 3:54 വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. ചരിത്ര ദൗത്യത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. അരനൂറ്റാണ്ടിനു ശേഷം ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെത്തുന്നു. നാസയുടെ ആർടെമിസ് 2 ദൗത്യത്തിന് സർവ്വസജ്ജം. ചന്ദ്രനിലെ കോടികളുടെ നീതി തേടി മനുഷ്യൻ വീണ്ടും പോകുന്ന യാത്ര. ആർടെമിസ് ദൗത്യം ശാസ്ത്രലോകത്തിന്റെ തലവര മാറ്റുന്ന ഒന്നു തന്നെയാണ്. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോളോ ദൗത്യങ്ങൾ അവസാനിച്ചതിനു ശേഷം മനുഷ്യരാശി വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് തിരിച്ചുപോകാൻ ഒരുങ്ങുന്നു. നാസയുടെ ആർടെമിസ് 2 ദൗത്യം കേവലം ഒരു ബഹിരാകാശ യാത്ര മാത്രമല്ല, മറിച്ച് മനുഷ്യ പര്യവേഷണത്തിന്റെ പുതിയൊരു യുഗപ്പിറവിക്ക് കൂടിയാണ് ഇവിടെ ഉദയം കൊള്ളുന്നത്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:54 വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. ഏകദേശം 10 ദിവസം നീണ്ടുനിൽക്കുന്ന ദൗത്യമാണിത്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കുന്നതിനു മുന്നോടിയായുള്ള നിർണായകമായ പരീക്ഷണ പറക്കൽ കൂടിയാണിത്. 1972 ഡിസംബർ 19 ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ ഏറ്റവും ഒടുവിലുള്ള അപ്പോളോ ദൗത്യം നടന്നത്. ഇപ്പോൾ ഇതാ 54 വർഷത്തിനു ശേഷം വീണ്ടും ചന്ദ്രനിലേക്കുള്ള ആർടെമിസ് 2 ദൗത്യം പുറപ്പെടുകയായി. ഈ ദൗത്യത്തിൽ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ കാലുകുത്തില്ല, മറിച്ച് ചന്ദ്രനെ വലം വെച്ച് സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തും. 10 ദിവസത്തെ ദൗത്യത്തിൽ 4 ബഹിരാകാശ യാത്രികരാണുള്ളത്. യാത്ര ചന്ദ്രോപരിതലത്തിൽ നിന്നും 7600 കിലോമീറ്റർ അടുത്തുവരെ സഞ്ചരിക്കും. 3 പുരുഷന്മാരും 1 സ്ത്രീയുമടങ്ങുന്ന 4-അംഗ സംഘമാണ് 10 ദിവസം നീളുന്ന യാത്രാദൗത്യത്തിലുള്ളത്. ഇന്ധനച്ചോർച്ചയും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം ആഴ്ചകളോളം വൈകിയ ദൗത്യമാണ് ഇപ്പോൾ തടസ്സങ്ങളെല്ലാം നീങ്ങി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. മറ്റൊരു കാര്യം, മനുഷ്യൻ ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൂരേക്ക് ഈ ദൗത്യത്തിൽ യാത്രികർ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. ചന്ദ്രനിൽ നിന്ന് 5000 നോട്ടിക്കൽ മൈൽ, ഏകദേശം 9200 കിലോമീറ്റർ അകലെ വരെ ഇവർ യാത്ര ചെയ്യും. ദീർഘകാല മനുഷ്യ സാന്നിധ്യം ചന്ദ്രനിൽ ഉറപ്പാക്കുകയാണ് നാസ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.